നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. മാസപ്പടി കേസിൽ അന്വേഷണം നേരിടുന്ന വീണ വിജയൻ കേരളം വിട്ടതായി സൂചന. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിന് പിന്നാലെയാണ് വീണ വിജയൻ കേരളം വിട്ടതായുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. വീണ വിജയൻ കർണാടകത്തിലേക്കോ തമിഴ്നാട്ടിലേക്കോ കടന്നതായുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ്. ഏത് നിമിഷവും അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ള സൂചന നേരത്തെ ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് കേരളം വിടാൻ തീരുമാനിച്ചതെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ ഹാജരാകണമെന്ന നിർദ്ദേശം നേരത്തെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി നൽകിയിരുന്നു. അതുമാത്രവുമല്ല, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കം മാസപ്പടി കേസിൽ അന്വേഷണം കൂടുതൽ കാര്യക്ഷമമാക്കിയ സാഹചര്യത്തിലാണ് വീണ വിജയൻ മുങ്ങിയിരിക്കുന്നത് എന്നതാണ് ലഭിക്കുന്ന വിവരം. വീണ വിജയനെതിരെ അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ള സൂചന കേരള പോലീസിൽ നിന്ന് തന്നെ വീണ വിജയന് ചോർന്ന് കിട്ടി എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. മുഖ്യമന്ത്രിയുടെ മകളെ കേന്ദ്ര ഏജൻസി ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ ആ ചോദ്യം ചെയ്യലിനൊപ്പം കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ഉണ്ടായേക്കാം. ക്ലിഫ് ഹൗസിലേക്ക് എത്തി വീണ വിജയനെ ചോദ്യം ചെയ്യാനുള്ള നീക്കം നേരത്തെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും നടത്തിയിരുന്നു. എന്നാൽ നോട്ടീസ് നൽകിയ ശേഷം മതി ആ ചോദ്യം ചെയ്യലും, പിന്നീട് മതി അറസ്റ്റ് എന്നുമുള്ള നിർദ്ദേശമാണ് കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചത്. അതിനിടെയാണ് കേസിന്റെ എല്ലാ നടപടിക്രമങ്ങളും സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എക്സോലോജിക് സൊല്യൂഷൻസും വീണ വിജയനും കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത്. കർണാടക ഹൈക്കോടതിയുടെ ഏറ്റവും സുപ്രധാനമായ ഒരു ഉത്തരവ് ഇന്ന് പുറത്തു വന്നിരുന്നു. എക്സാലോജിക് സൊല്യൂഷൻസിനെതിരെയുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണത്തെ സ്റ്റേ ചെയ്തില്ല എന്ന് മാത്രമല്ല, അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് കോടതി അനുമതി നൽകുകയും ചെയ്തു. എന്നാൽ കേസിന്റെ വിധി വരുന്നതുവരെ വീണ വിജയനെതിരെ അറസ്റ്റ് അടക്കമുള്ള നടപടികളുമായി മുന്നോട്ട് പോകരുത്, അതായത് അറസ്റ്റ് ചെയ്യരുത് എന്നു മാത്രമാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. മറ്റെല്ലാ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു കർണാടക ഹൈക്കോടതി. ഇത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ സംബന്ധിച്ച് ഏറ്റവും അനുകൂലമായ ഒരു ഉത്തരവാണ്. കാരണം ഈ കേസിലെ അന്വേഷണം പൂർണ്ണമായും റദ്ദാക്കണമെന്നും സ്റ്റേ ചെയ്യണമെന്നുമായിരുന്നു വീണ വിജയന്റെ ആവശ്യം. ആ ആവശ്യം കോടതി നിരാകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ആവശ്യമെങ്കിൽ എല്ലാ രേഖകളും ഹാജരാക്കാനും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ആവശ്യപ്രകാരം ഉള്ള രേഖകൾ ഹാജരാക്കണമെന്നും കർണാടക ഹൈക്കോടതി ഉത്തരവിട്ടു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. 2 ആഴ്ചയ്ക്കുള്ളിൽ ഈ കേസിൽ വിധി വരുമെന്നാണ് കരുതപ്പെടുന്നത്. കേരള ഹൈക്കോടതി അതിരൂക്ഷമായി KSIDC അടക്കമുള്ളവരെ വിമർശിച്ചതിന് പിന്നാലെയാണ് കർണാടക ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായത്. കേസിൽ വിധി അധികം വൈകാതെ പറയാനാകുമെന്നും അതുവരെ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉണ്ടാകരുതെന്നും ഉള്ള ഒരു ഉത്തരവ് കർണാടക ഹൈക്കോടതി നൽകിയിരിക്കുന്നു. ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ വീണ വിജയന് ആശ്വാസമാണ്. എന്നാൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ കേസിൽ ചിലപ്പോൾ ഒരു നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഇതൊരു സാമ്പത്തിക കുറ്റകൃത്യമായതുകൊണ്ട് തന്നെ, സാമ്പത്തികമായ അവിഹിത ഇടപാട് നടന്നതുകൊണ്ട് തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെയെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ വിജയനെ ചോദ്യം ചെയ്യാനും കസ്റ്റഡി എടുക്കാനുമുള്ള സാധ്യതയുണ്ട്. ഇതുകൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് വീണ വിജയൻ കേരളം വിട്ടതായുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നത്. കേരളത്തിന് പുറത്തുള്ള ഏതെങ്കിലും വിമാനത്താവളങ്ങൾ വഴി ദുബായിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ടെന്നും കേന്ദ്ര ഇന്റലിജൻസ് ഇപ്പോൾ കണക്ക് കൂട്ടുന്നു. അതിനനുസരിച്ചുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും IBയും. കേരള പോലീസിലെ ഒരു വിഭാഗമാണ് വീണ വിജയനെതിരെയുള്ള കേന്ദ്ര ഏജൻസികളുടെ നടപടികൾ ചോർത്തി നൽകിയതെന്നുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ്. ഏത് വിധേനയും ഈ കേസിൽ നിന്നും വീണ വിജയനെ ഊരിയെടുക്കുക എന്നുള്ളതാണ് കേരള സർക്കാരിനും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന് മുന്നിലുള്ള വെല്ലുവിളി. മുഖ്യമന്ത്രി പിണറായി വിജയന് മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി. ഇതിനായി മുഖ്യമന്ത്രിയുടെ ദൂതന്മാർ ഡൽഹി കേന്ദ്രീകരിച്ച് വലിയ കൊണ്ടുപിടിച്ചുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തുവരികയാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ സമ്മർദ്ദം ചെലുത്താൻ പല അന്താരാഷ്ട്ര ബന്ധമുള്ള വ്യവസായികളെയും പിണറായി കൂട്ടുപിടിച്ചതായിട്ടുള്ള വിവരങ്ങളും പുറത്തേക്ക് വരികയാണ്. വലിയ തോതിലുള്ള ശ്രമങ്ങൾ ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുകയാണ്. വീണ വിജയനെ കേസിൽ നിന്നും എങ്ങനെയെങ്കിലും ഒഴിവാക്കുക, അല്ലെങ്കിൽ കേസിന്റെ അന്വേഷണം അട്ടിമറിക്കുക, കേസ് അന്വേഷണത്തിൽ നിന്ന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ പിന്തിരിപ്പിക്കുക, ഇതൊക്കെയാണ്
പ്രധാനപ്പെട്ട സമ്മർദ്ദ തന്ത്രങ്ങൾ. എന്നാൽ ഈ കേസിൽ കാര്യക്ഷമമായ അന്വേഷണത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് കേന്ദ്ര സർക്കാർ. നേരത്തെ വീണ വിജയൻ നിരവധി കേസുകളിൽ വിധേയായിരുന്നു. പ്രത്യേകിച്ച് സ്വർണ്ണക്കടത്ത് കേസും ഡോളർ കടത്ത് കേസടക്കം. സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷ് വീണ വിജയന്റെ പേരെടുത്ത് തന്നെ പലപ്പോഴും ആരോപണം ഉന്നയിച്ചു. അതുപോലെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൊടുത്ത മൊഴിയിൽ വീണ വിജയന്റെ പേരുണ്ടായിരുന്നുവെന്ന് പിന്നീട് സ്വപ്ന പരസ്യമായി പ്രതികരിച്ചു. സ്വപ്നയുടെ ആരോപണ പ്രകാരം പല അഴിമതികളുടെയും സൂത്രധാര പോലും വീണ വിജയൻ ആയിരുന്നു എന്നാണ് സ്വപ്ന ആരോപിച്ചത്. എന്നാൽ ഇതിലൊന്നും തന്നെ കാര്യക്ഷമമായ അന്വേഷണം പിന്നീട് നടന്നിരുന്നില്ല. സ്വർണ്ണക്കടത്ത് കേസും ഡോളർ കടത്ത് കേസും ഒക്കെ വലിയ മാധ്യമ ശ്രദ്ധ നേടിയെങ്കിലും അതിൽ പിണറായി വിജയനെതിരെയോ വീണ വിജയനെതിരെയോ ഏതെങ്കിലും തരത്തിലുള്ള നടപടിയെടുക്കാൻ കേന്ദ്ര സർക്കാരിനോ കേന്ദ്ര ഏജൻസികൾക്കോ കഴിഞ്ഞിരുന്നില്ല. ഇതാണ് പ്രധാനമായും ഈ കേസിലും ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ ആക്ഷേപം ഉന്നയിക്കാൻ CPM-നെയും ഇടതുപക്ഷത്തെ സഹായിക്കുന്നത്. ഇതിനേക്കാൾ വലിയ കേസുമായി മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ ED അടക്കം രംഗത്ത് വന്നല്ലോ. ആ കേസെല്ലാം പിന്നീട് ആവിയായി പോയതാണ്. അതിന് സമാനമായ ഒരു അനുഭവം തന്നെയായിരിക്കും ഈ കേസിലും ഉണ്ടാവുകയെന്ന് CPM പറയുന്നത് ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ്. എന്നാൽ അതിന് സമാനമായ ഒരു സാഹചര്യം ഈ കേസിൽ ഉണ്ടാകരുത്. ഈ കേസിൽ പല നിർണായകമായ രേഖകളും ഇതിനകം പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് 1.72 കോടി രൂപ സാമ്പത്തിക ഇടപാട് CMRL-ഉം വീണ വിജയനും തമ്മിൽ നടന്നിട്ടുണ്ട്. ഇത് ആദായനികുതി വകുപ്പിന്റെ ഇന്ററിയം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയതാണ്. ഒരു സേവനവും നൽകാതെയാണ് CMRL എന്ന കരിമണൽ കമ്പനിയിൽ നിന്നും വീണ വിജയൻ 1,72,00,000 രൂപ കൈപ്പറ്റിയത്. അത് പല തവണയായി വീണ വിജയന്റെ അക്കൗണ്ടിലേക്കും എക്സോളജി കമ്പനിയുടെ അക്കൗണ്ടിലേക്കുമാണ് ഈ തുക എത്തിയത്. ഒരു തരത്തിലുള്ള സേവനവും വീണ വിജയന്റെ കമ്പനി ചെയ്തു നൽകിയിട്ടില്ലെന്ന് CMRL തന്നെ ആദായനികുതി വകുപ്പിനെ മൊഴി നൽകിയിട്ടുള്ളതാണ്. അപ്പോൾ മാസപ്പടിയാണ്, കൈക്കൂലിയാണ്, എന്തെങ്കിലും തരത്തിലുള്ള സേവനങ്ങൾ നൽകിയ ഒരു പണമാണ് മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് പിണറായി വിജയനെ സ്വാധീനിക്കാനായി മകൾക്ക് കൈക്കൂലി നൽകിയതാണ് എന്ന തരത്തിലുള്ള നിഗമനമാണ് ആദായനികുതി വകുപ്പ് അടക്കം ഇക്കാര്യത്തിൽ നടത്തിയത്. അതിനുശേഷമാണ് അതിഗുരുതരമായ മറ്റൊരു ആരോപണം വീണ വിജയനെതിരെ ഉന്നയിക്കപ്പെടുന്നത്. അത് കർണാടകയിലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആണ് ഉന്നയിച്ചത്. അതായത് ഒരു നിബന്ധനയുമില്ലാതെ ഒരു തരത്തിലുള്ള രേഖകളുമില്ലാതെ ഒരു കമ്പനി അടച്ചുപൂട്ടിക്കുക. ആ അടച്ചുപൂട്ടുന്നതിനുള്ള ആവശ്യമായ രേഖകൾ ഇല്ലാത്ത സാഹചര്യത്തിൽ വ്യാജരേഖകൾ ചമയ്ക്കുക, സർക്കാരിനെയും രജിസ്ട്രാർ ഓഫ് കമ്പനീസിനെയും പറ്റിക്കുക. അങ്ങനെ ഗുരുതരമായ കുറ്റകൃത്യം വീണ വിജയൻ ചെയ്തു എന്നുള്ള ആരോപണങ്ങൾ അടങ്ങിയതാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൽ വീണ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന ഏറ്റവും ശക്തമായ ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. ഓർക്കണം, കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ പ്രോസിക്യൂഷൻ നടപടി ആവശ്യപ്പെട്ടാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്നുള്ള രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അന്വേഷണ ഏജൻസി ഈ കേസിൽ അന്വേഷണം ഏറ്റെടുക്കുന്നത്. ഏറ്റവും ഗൗരവമുള്ള, ഏറ്റവും പ്രമാദമായ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ മാത്രം അന്വേഷിക്കുന്ന ഏജൻസി ഈ കേസ് ഏറ്റെടുക്കണമെങ്കിൽ ഈ കേസിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ കേസ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഏറ്റെടുത്തിരിക്കുന്നത്. ഇത് മാത്രവുമല്ല, കേരളത്തിൽ കരിമണലുമായി ബന്ധപ്പെട്ട് 135 കോടി രൂപയുടെ സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ട്. രാഷ്ട്രീയക്കാർക്കടക്കം ഇതിന്റെ പങ്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പറയുമ്പോൾ അന്വേഷണം മറ്റു പലരിലേക്കും നീളുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് ഈ കേസിന്റെ അന്വേഷണം വീണ വിജയനിൽ തീരില്ല. ഈ കേസിന്റെ അന്വേഷണം കൂടുതൽ വലിയ തിമിംഗലങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക് നീങ്ങാം, മുൻ മന്ത്രിയായ കുഞ്ഞാലിക്കുട്ടിയിലേക്ക് നീങ്ങാം, മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയിലേക്ക് നീങ്ങാം. ഇങ്ങനെ നിരവധി രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അവരിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കണമെന്നാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസിന്റെ അന്വേഷണത്തെ തുടക്കം മുതൽ തടയരുത്. ഈ കേസിന്റെ അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് പോയാലേ കൂടുതൽ വലിയ പ്രതികളിലേക്ക് കേസിന്റെ അന്വേഷണം എത്തിച്ചേരുകയുള്ളൂ എന്ന് അന്വേഷണ സംഘം പറയുന്നതും അതുകൊണ്ടാണ്. എന്തായാലും വീണ വിജയൻ ഇപ്പോൾ അറസ്റ്റ് ഭയന്ന് മുങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. വീണ വിജയനെ ബന്ധപ്പെടാൻ അന്വേഷണ സംഘം പലതവണ ശ്രമിച്ചുവെങ്കിലും കഴിഞ്ഞിട്ടില്ലെന്നാണ് ലഭിക്കുന്ന വിവരം. വീണ വിജയൻ കേരളത്തിന് പുറത്തേക്ക് കടന്നതായുള്ള
സൂചനകൾ ലഭിക്കുന്നു. കർണാടകവും തമിഴ്നാടും വീണ വിജയനെ സംബന്ധിച്ച് സുരക്ഷിത ഇടങ്ങളാണ്. പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പിണറായിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ MK സ്റ്റാലിനാണ്. കർണാടകത്തിൽ ഭരണം നടത്തുന്നത് കോൺഗ്രസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് സംസ്ഥാനങ്ങളിലും വളരെ ധൈര്യസമേതം ഒളിവിൽ താമസിക്കാൻ വീണ വിജയന് കഴിയും എന്നാണ് കരുതപ്പെടുന്നത്. ആ സംസ്ഥാനങ്ങളിലെ വിമാനത്താവളത്തിൽ നിന്ന് വിദേശത്തേക്ക് കടക്കാനുള്ള സൂചനകളുണ്ട് എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. പ്രത്യേകിച്ച് ദുബായിലേക്കോ മറ്റോ കടക്കാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് അന്വേഷണ സംഘം പോലും കരുതുന്നത്. അത് തടയാനുള്ള പഴുതടച്ചുള്ള ഒരു നിരീക്ഷണമാണ് ഇപ്പോൾ EDയും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയും നടത്തിക്കൊണ്ടിരിക്കുന്നത്.